ഹായ്. നമ്മുടെ നാട്ടിലെ ഈ തൊഴിലില്ലായ്മേൻ്റെ പ്രശ്നം നല്ലപോലെ ഉണ്ട്. അത് എന്താ പറയുക, പല രീതിയിൽ ഒരുപാട് ആൾക്കാർ വിദേശത്തേക്കും മറ്റൊക്കെ കടന്നു വന്ന് ഒരുപാട് ആൾക്കാർ പഠിച്ച ജോലിയിൽ നിന്നും മാറിയാണ്ട് വേറെ എന്തൊക്കെയോ ജോലി ചെയ്യുന്നു. ഓരോ ആൾക്കാർ ഇഷ്ടമില്ലാത്ത ജോലികൾ ചെയ്യുന്നു. പിന്നെ കുറേ ബിസിനസ് തുടങ്ങിയാണ്ട് എന്താ പറയുക, പല രീതിയിലും ചെയ്യാണ്ട് മൂഞ്ചിയാണ്ട് നഷ്ടത്തിലായി കുത്തിരിക്കുന്നത് എന്തോരം ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഒരു സാമ്പത്തിക അവസ്ഥയിലും എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ ഒരു ചുറ്റുപാടും നോക്കിയിട്ട് നമ്മുടെ നാടിൻ്റെ ഒരു സാമൂഹികാവസ്ഥയും മനസ്സിലാക്കിയിട്ട് തുടങ്ങാൻ പറ്റിയ ബിസിനസ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. കണ്ടുനോക്കി. എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ ഒരു എന്താ പറയുക, നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി നിങ്ങൾ. എങ്ങോട്ടെത്തി. സത്യമായിട്ട് ഇതേപോലത്തെ ഒരു ബിസിനസ്സിന് ഇപ്പോൾ നല്ല സ്കോപ്പ് നാട്ടിൽ. ഇങ്ങനത്തെ പരിപാടി ഇപ്പോൾ വിജയിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം ഫ്ലോപ്പാണ്. എന്തു പറയാം. വെറുതെ അല്ല മറ്റേ ഭഗത് സിംഗ് ഒക്കെ വൈ നോട്ട് ഐ എം എത്തിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പുസ്തകം എഴുതിയത്. ഇതുപോലത്തെ ആളുകളുടെ ഇടയിലല്ലേ അദ്ദേഹമൊക്കെ ജീവിച്ചിരുന്നത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏത് ദൈവവിശ്വാസിയാണെങ്കിലും ദൈവത്തിനോടുള്ള എല്ലാതും പോവുകയല്ലാതെ, ഏത് ദൈവവിശ്വാസിക്കും ഇങ്ങനത്തെയൊക്കെ കാണിച്ചിട്ട് കാണുമ്പോൾ എന്താ പറയുക, ദൈവത്തിനോട് തന്നെ സംശയം തോന്നുന്ന കാര്യങ്ങളല്ല ഈ ചെയ്യുന്നതൊക്കെ. എന്ത് ദൈവപ്രീതിയാണോ ഈ കാണിക്കുന്നത്, ഈ കിട്ടുന്നത്. ഇതിനെ ആരാധിക്കുന്ന ആളുകൾക്ക് അതിലേറെ. ലോകത്തെ പല രാജ്യങ്ങളും സാമ്പത്തികമായിട്ടും ശാസ്ത്രീയമായിട്ടും പല രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ, പല രാജ്യങ്ങളും വെല്ലുവിളികൾ വരെ നടത്തുമ്പോൾ, നമ്മളെ രാജ്യത്ത് പുരോഗമനത്തിൻ്റെ പാതയിലോട്ട് മുന്നോട്ട് സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടാനുള്ള എല്ലാ പണികളും നമ്മൾ സർക്കാർ, ഡബിൾ എഞ്ചിൻ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വികസനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട്. ഇതൊക്കെയാണ്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നത് കണ്ടറിയുന്നതാണോ.